പാടിയതില്ലേ? ചാക്ക് വസ്ത്രം അഴിച്ച് ആനന്ദം അണിയിച്ചു എന്ന് പാടിയത്. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്കെന്നും നന്ദി പറയും, ഞാൻ അങ്ങേക്കെന്നും നന്ദി പറയും. ഏതാണ്ട് 3 വർഷം മുൻപ് ബ്രദർ എന്നെ മറന്നോന്ന് എനിക്കറിയില്ല. 3 വർഷം മുന്നേ ഞാൻ ഇവിടെ തന്നെ ശുശ്രൂഷ ചെയ്യുന്നത്. ഞാനിവിടെ ഡോർമെറ്ററി ചാർജ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് കഴിയുന്നു. ഏതാണ്ട് 8 വർഷമായി. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഒത്തിരി കൃപകളൊക്കെ കിട്ടിയത് കൊണ്ട് കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചത്. പക്ഷെ ഇവിടെ വന്ന് ഡോർമെറ്ററി ഒക്കെ നോക്കുന്നത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എങ്ങനെയാലും ഇവിടെ രക്ഷപ്പെടണം എന്ന് ഓർത്തിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തന്നെയായിട്ട് ഞാൻ ഈ ഹൗസിലേക്ക് ബ്രദർ വന്നെന്ന് പറഞ്ഞാണ് ഇപ്പോഴും ഞാനിവിടെ ഓടിപ്പോയി. അന്ന് ജോബിച്ചിനറിയാതെയാണ് ഓടിയത്. ജോബിച്ചിനായിരുന്നവിടെ പിന്നെ ഫാദർ ജോസ് ചാതിയിലുണ്ട്. അവിടെ പോയത് കേട്ടപ്പോൾ തന്നെ എന്നെ നോട്ട് ചെയ്യാനായിട്ട് കുറേ പ്രദേശത്തൊക്കെ നടക്കുന്നുണ്ടായി. എങ്കിലും എന്തോ ഒരു ധൈര്യത്തിൽ ഞാൻ മധ്യസ്ഥ ബ്രദറിൻ്റെ അടുത്ത് പോയി ഇവരുടെ ഗ്രൂപ്പിലോ മക്കളൊക്കെ ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ തലയിൽ കയ്യൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ ജ്ഞാനത്തെക്കുറിച്ചുള്ള പുസ്തകം 6 7 8 എന്നോട് വായിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവിടുന്ന് പോരേണ്ട കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് വന്നപ്പോൾ ഏതാണ്ടൊരു ജയിൽ പുലിയെ പോലെ എന്നെ എല്ലാവരും വീക്ഷിച്ചു. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഒരു ബന്ധനാവസ്ഥയിലാക്കി. എന്ന് വെച്ചാൽ ബന്ധിക്കല്ല, എന്നെ അവിടെ തന്നെ കെട്ടിയിട്ടു. അവിടെ നിന്ന് പോകാൻ സാധിച്ചില്ല. പക്ഷെ ഈ ബ്രദറിൻ്റെ ക്ലാസ് ധ്യാനം നടക്കണമെന്ന് പറഞ്ഞു കണ്ടപ്പോൾ ഈ ധ്യാനത്തെക്കുറിച്ച് പബ്ലിക് ചെയ്യുന്നതിനേക്കാളും മുൻപ് തന്നെ ഞാൻ ഈ രഹസ്യം അറിഞ്ഞു. അന്ന് തന്നെ ഞാൻ ഇവിടുത്തെ ഹോർമസിസ്റ്റോട് പറഞ്ഞാൽ ഇവിടെ ധ്യാനം നടക്കാൻ പോകുന്നുണ്ട്, പബ്ലിക്കൊന്നും ആയിട്ടില്ല, ഞാൻ എങ്ങനെയായാലും പോകും. അപ്പം അച്ഛൻ പറഞ്ഞു ഇവിടെ ചേച്ചിനെ ഏൽപ്പിച്ച ശുശ്രൂഷകളെല്ലാം വ്യക്തമായി കറക്റ്റായിട്ട് ചെയ്യണം, ധ്യാനിക്കാൻ പൊക്കോന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ ഡോർമെറ്ററി ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ലോഗൊന്നും ചെയ്യില്ല. അതിലെ സുഖിക്കാർ വിടുമ്പോൾ അവരെ കയറ്റണം, പിന്നെ ഇവരെയും കയറ്റണം, എന്തോ ആയിട്ട് തമ്മിലാണ്ട് അതിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് വ്യക്തിപരമായ പ്രാർത്ഥന. പക്ഷേ എനിക്കത് ഡോർമെറ്ററിലായിരിക്കുമ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ വരുമ്പോൾ അവരെ കയറ്റി ഉറക്കി കിടത്തി എല്ലാം കഴിഞ്ഞു മണി 10 11 ആവും കിടക്കാനായിട്ട് പോകുമ്പോൾ. പിന്നെ എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ കുളി കിടപ്പൊക്കെ ആയിട്ട് സ്ത്രീകൾ ഒരു 2 മണിയാകുമ്പോൾ വീണ്ടും തുടങ്ങും കുളിയൊക്കെ. അപ്പോൾ എൻ്റെ ഉറക്കം ഒത്തിരി നഷ്ടപ്പെടും. പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹമാണ് നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ 3 മണിക്കാകുമ്പോൾ എഴുന്നേറ്റിരിക്കും, കുറച്ചൊക്കെ പ്രാർത്ഥിക്കും, വീണ്ടും കിടക്കും. അങ്ങനെ മടിയല്ല, ക്ഷീണം എന്ന് വെച്ചാൽ സാധാരണ തട്ടിക്കൊണ്ടായിരിക്കാം, അങ്ങനെ കിടക്കും. ഒരു ദിവസം വിചാരിച്ചു എന്തൊക്കെയാണെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥിക്കാൻ എന്തുമാത്രം ക്ഷമിച്ചാലും വേണ്ടി ഇരുന്ന് കണ്ണടച്ച വഴിക്ക് എനിക്ക് ഒത്തിരി ദർശനമൊക്കെ മനസ്സിലാറുണ്ട്. ഇരുന്ന് വഴിക്ക് കണ്ടത് ഒരേ ഒരു ദർശനം ഇതാണ്. ഒരു 10-12 ബസ്സുകൾ ഒറ്റ ട്രിപ്പിൽ പോകാനായിട്ട് വീതിയുള്ള വലിയ റോഡ്, വീതിയിൽ വലിയ റോഡ്. അവിടെ കണ്ടമാനം ജനങ്ങൾ ഒരു സൈഡിൽ നിൽക്കുകയാണ്. അതിന് തൊട്ട് തന്നെയായിട്ട് കൊച്ചൊരു ഇടവഴി പോലെ ഇടുങ്ങിയ വഴി, അവിടെ 3-4 പേരുള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളിത്തിരി ത്യാഗവും സഹനവും എല്ലാം ആവശ്യപ്പെടുന്നുണ്ട് യേശു. എങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വിസ്താരമേറിയ വഴിയിൽ ഒത്തിരി ജനങ്ങൾ നിൽക്കുന്നു, നരകത്തിലേക്ക് നാശത്തിലേക്കുള്ള ബൈബിളിൽ പോയിട്ട് പറയുന്നുണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും വിനാശത്തിലേക്ക് നാശത്തിലേക്ക് നരകത്തിലേക്ക് പോകാനുള്ള വഴി ഒത്തിരി വിസ്താരമേറിയതാണ്. അതുപോലെ തന്നെ എനിക്ക് പിന്നെ കിട്ടിയത് ഒരു പാറപ്പുറം ഞാൻ കാണുന്നത്. പാറപ്പുറത്ത് വലിയ പാറപ്പുറത്ത് അങ്ങനെ കേട്ട് കൊച്ചു പുല്ലുകളൊക്കെ മുളച്ചു നിൽക്കുന്നു. അപ്പോൾ ഞാൻ എന്താ ഇഷ്ടമായത് ഇങ്ങനെ. സാധാരണ എനിക്ക് ഇങ്ങനെ ഒത്തിരി ദർശനം കിട്ടുമ്പോൾ ഞാൻ ഇവിടുത്തെ ചില വലിയ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കൂടി പോകാറുണ്ട്, ഇതെനിക്ക് അതിന് മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈശോ പറഞ്ഞ എല്ലാ പ്രാവശ്യം ഞാൻ എല്ലാവരും പിന്നാലെ ഓടി നടക്കണം. ഇതെന്താണെന്ന് എനിക്ക് തന്നെ വെളിപ്പെടുത്തി തരാൻ പറഞ്ഞപ്പോഴും പെട്ടെന്ന് വലിയൊരു ബൈബിൾ സ്റ്റാൻഡ് അതുപോലെ ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പാറപ്പുറത്ത് വീണ വിത്ത് അധികം ആഴമില്ലാത്തതിനാൽ ആ വിത്ത് മുളച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു.
അത് ആശയം മനസ്സിലായി ആഴമായ ബൈബിളിൽ വചനത്തിൽ വിശ്വസിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ തീക്ഷ്ണതകൾ കിട്ടി തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തു തുടങ്ങി മധ്യസ്ഥ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥനയൊക്കെ. അതുകൊണ്ട് കർത്താവ് എനിക്ക് ഒത്തിരി കൃപകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ചെറിയൊരു ദൂഷ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കണം. എന്നെ ഏൽപ്പിച്ച ജോലികളിലൊക്കെ ആ വ്യക്തികളൊക്കെ കടുകുമണികളും ഇത്തിരി വ്യത്യാസമൊക്കെ വരികയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യപ്പെടല്ല, ഞാൻ പറയുന്നത് സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് പറഞ്ഞാൽ അവരെ വേദനിപ്പിക്കാനല്ല, പക്ഷേ പല വിധത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് കിടന്ന മക്കൾക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ അത് അവർക്കൊരു മുറിവായി തീരും. അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് ജെയിൻ ജെസ്സി മകള് എൻ്റെ അറിവിൽ ഇത്രയേ ഉള്ളൂ. മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, പിന്നെ നന്നായി പാട്ട് പാടുന്ന മക്കളാണ്, ഇത്ര എനിക്ക് അറിയുള്ളൂ. പക്ഷേ ഈ ധ്യാനത്തിലൂടെ ജെയിൻ പാട്ട് പാടുന്നു, ജെയിൻ ജെസ്സി നന്നായി പാടും. ജെയിൻ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് എന്തുമാത്രം നമ്മുടെ ആഴത്തിലേക്ക് അത് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ കാര്യങ്ങളും അത് വളരെ വ്യക്തമായിട്ട് സ്ഫുടമായിട്ടും നമ്മുടെ എനിക്ക് പതികത്തക്ക വിധത്തിലെ വചനങ്ങളെല്ലാം എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ബ്രദറിൻ്റെ ക്ലാസ്സുകളിലേക്കാളും കൂടുതൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയൊരു കൃപ ആ മകളിലൂടെ ഈ വചനത്തിലൂടെ എനിക്ക് കിട്ടിയത് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഇനിയും അത് മുന്നോട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ബ്രദർ ജ്ഞാനത്തെക്കുറിച്ച് ബ്രദർ പറഞ്ഞ പോലെ നമ്മുടെ വചനപ്രഘോഷകരൊക്കെ ജ്ഞാനത്തെക്കുറിച്ചൊന്നും അത്ര പറഞ്ഞ് കേട്ടിട്ടില്ല. ഞാൻ കൊല്ലങ്ങളൊക്കെ ആയിട്ട് ധ്യാനം കൂടുന്നു, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ബ്രദർ ജ്ഞാനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും കരുണയെക്കുറിച്ചും സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും ഒക്കെ ക്ലാസ് പറഞ്ഞപ്പോൾ ഇതൊരു വലിയൊരു അനുഭവമായി തീർന്നു. പ്രത്യേകിച്ച് എനിക്ക് പറയാനിപ്പോൾ വത്സ പറഞ്ഞതുപോലെയുള്ള ക്ലാസ്സൊക്കെയാണ്, അതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും ബ്രദർ ഈ കേരളത്തിലും ഒക്കെ ബ്രദർ പറഞ്ഞു യൂറോപ്യൻ സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ ഒരു അഭിഷേകമോ ശക്തമായ പ്രാർത്ഥനകളൊന്നും ഇല്ല എന്ന്. അപ്പോൾ വിചാരിക്കുകയായിരുന്നു പിന്നെ എന്തുമാത്രം വർഷമായി ബ്രദർ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, എങ്കിലും അനേകം മക്കൾ വിശദീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കേരളത്തിൽ ബ്രദറിൻ്റെ ധ്യാനം അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ വരികയാണെങ്കിൽ അനേകം മക്കളും ഇങ്ങനെ കൂടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്ക് വചന പ്രഘോഷണത്തിലൂടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അതുപോലെ കൗൺസിലിലൂടെയൊക്കെ അനേകം മക്കളെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനൊരു കരുവാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ബ്രദർ തോമസ് പോളിനെ. അപ്പോൾ ഈ ബ്രദറിലൂടെ അനേകം മക്കൾ തീർച്ചയായിട്ടും നമുക്ക് വിചാരിക്കാം ബ്രദർ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകും. കാരണം അത്രമാത്രം കഷ്ടപ്പാട് സഹിച്ച് സഹനങ്ങളിലൂടെ കുറച്ച് പ്രായമൊക്കെ ആയി തുടങ്ങി. പക്ഷെ ആ പ്രായത്തേക്ക് കവച്ച് വെച്ച് ഇവിടെയൊക്കെ ഓരോ കാലൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ വെക്കുമ്പോഴോ ഞാൻ ചിന്തിക്കുകയായിരുന്നു ആ ചെറുപ്പത്തിലെ ആ വീര്യം ഇപ്പോഴും പോയിട്ടൊന്നുമില്ല. ഇനിയും കൂടെ ചാടി പോണത്. അതായത് ഫ്രാൻസിസ് അസീസി സിംനകളിലൊക്കെ പറന്നു പോയ പോലെ മറ്റ് വിശ്വപ്രതീനൊക്കെ പറന്നു പോയ പോലെ അതുപോലെ പറക്കാനുള്ള തീക്ഷ്ണത ഇപ്പോഴും ബ്രദറിനുണ്ട്. അപ്പോൾ ഈ തീക്ഷ്ണത ഇത് നിലനിൽക്കുവാനും ഈ ലോകത്തിലും കേരളത്തിലും മുഴുവൻ ഇനി ഇതുപോലെയുള്ള വചനങ്ങളെല്ലാം പ്രസംഗിച്ചുകൊണ്ട് അനേകം മക്കളെ രക്ഷയിരിക്കുന്ന ഐക്യത്തേക്ക് ഇതാ നേടാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ ധ്യാനം ഉണ്ടാകുവാനും ഞങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടെ ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഈ ധ്യാനത്തിലൂടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമുക്കിന്നൊന്ന് പ്രാർത്ഥിക്കാം. ഇതുപോലെ ധ്യാനം നടക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ ധ്യാനം നടത്തുന്നത് ഞാനല്ലല്ലോ, ആണോ? കർത്താവല്ലേ. കർത്താവ് അതിനൊരുക്കണം, ആളുകളെ കൊണ്ടുവരണം, അതിന് വലിയ അധികാരികളോട് നിർദ്ദേശം കൊടുക്കണം, അവർ നമുക്ക് പെർമിഷൻ തരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അപ്പോൾ ഇങ്ങനത്തെ ധ്യാനം ഇനി കേരളത്തിൽ വേണമെന്ന് പറയുന്നു അല്ലേ? സമയമായി അതിൻ്റെ എനിക്കൊന്ന് കരവേറി നമുക്കതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് തന്നെ അതിന് വഴിയൊരുക്കണേ. കർത്താവേ, അങ്ങ് തന്നെ വഴിയൊരുക്കണമേ. യേശുവേ സ്തോത്രം. ഇതുപോലെയുള്ള ധ്യാനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാകുന്നതിന് നിങ്ങളതിനു വേണ്ടി you want to say, sister?